16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായും വിലക്കേർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. കുട്ടികളെ അപകടകരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ നിയമമെന്നാണ് സർക്കാർ പറയുന്നത്. 16 വയസ്സിന് താഴെയുള്ള ഓസ്ട്രേലിയക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുറക്കുന്നതും ഉപയോഗിക്കുന്നതും തടയാൻ കമ്പനികൾ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നിർദ്ദേശം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്, ടിക്ടോക്ക്, എക്സ്, യൂട്യൂബ്, റെഡിറ്റ് തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് ഈ നിയന്ത്രണം ബാധകമാണ്. ഇതോടെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിർബന്ധിതരാവും. നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് 49.5 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ നിരോധിച്ചതോടെ ലോകത്തിന് ഓസ്ട്രേലിയ മാതൃകയാവുകയാണെന്നാണ് ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചത്. ഓസ്ട്രേലിയയുടെ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലും ചർച്ചയാക്കുന്നുണ്ട്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസാക്കി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള ചില പദ്ധതികളും പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും 13, 14 വയസ്സുള്ളവർക്ക് മാതാപിതാക്കളുടെ അനുമതിയോടെ ചില പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ ഇളവ് നൽകിയേക്കാം. അതേസമയം നിരോധനത്തെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ആശങ്കകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കമ്പനികളും ചില കൗമാരക്കാരും മാതാപിതാക്കളുമാണ് പ്രധാനമായും എതിർപ്പുന്നയിക്കുന്നത്. നിരോധനം വന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ മറികടക്കാൻ കൗമാരക്കാർ വ്യാജ വിവരങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ടെന്നതാണ് പ്രധാന വെല്ലുവിളി. കമ്പനികൾ നിലവിൽ ഉപയോക്താക്കളുടെ പ്രായം സ്ഥിരീകരിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സർക്കാർ ID അല്ലെങ്കിൽ മുഖം തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രായപരിശോധനയ്ക്കായി വ്യക്തിഗത വിവരങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന സ്വകാര്യതാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.